ഹായ്, നമസ്കാരം. ഞാൻ സുധീർ പേരൂർക്കട. ഞാനൊരു കാര്യം ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ജനങ്ങളോട് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ വരുന്ന ബിഗ് ബോസ് 7ാം സീസൺ ഞാനും കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാണാനൊരു ഇഷ്ടമില്ലായ്മ തുടങ്ങി. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയായിരിക്കും. ഫസ്റ്റ് സീസൺ കഴിഞ്ഞ് 2-3 അഖിൽ മാരാർ ഇത് കഴിഞ്ഞതിന് ശേഷം അതിലും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക്. അതിനുശേഷം കഴിഞ്ഞ സീസണിൻ്റെയും ഈ സീസണിൻ്റെയും കഴിഞ്ഞ സീസണിൽ ഒരു ഗബ്രി ജാസ്മിൻ തുമ്മുന്ന ആഹാരം അത് ചായയിൽ കൂടി വീഴുന്നു, അത് അവർ കുടിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് ജാസ്മിൻ പറയുന്നത് അവരുടെ ആ പാരമ്പര്യം അതിൽ കാണിച്ചു കൂട്ടി. ഇപ്പോഴത്തേത് ഒരു ആര്യൻ, അവ എന്താണ് കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് അനുമോളത് പച്ചയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു നല്ല കാര്യം, അവളുടെ സ്വഭാവ രീതിയാണ് അവൾ കറക്റ്റ് പറഞ്ഞത്. അവൾക്കത് കണ്ട് ഇഷ്ടപ്പെട്ടില്ല, അത് പറയുന്നുണ്ട്. പിന്നീട് ആ വീഡിയോ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വീഡിയോ പോയി കണ്ടിട്ട് വരും. ആര്യനും ജസ്മിന, ഒരു ബോംബെക്കാരി, ആലപ്പുഴ ബോംബെ ബന്ധമുള്ള അവൾ, രണ്ടുപേരും കൂടി പ്രായം നല്ല വ്യത്യാസമുള്ള ആൾക്കാരാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ, എന്തിനു ബാക്കി പറയാം. അനു വന്ന് ചോദിക്കുന്ന ഇതിനുള്ള ആൻസർ അവർ പറയുന്നില്ല. ഒരു പുതപ്പിലും ഒരു കട്ടിലും കിടക്കുന്ന ജിഷയിലും ആര്യൻ കണ്ടോ, അവൾ എണീറ്റു പെട്ടെന്ന് ടോപ്പ് പൊക്കിയിടുന്നു. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാം കാണും. ബിഗ് ബോസ് നിങ്ങളിത് കാണണമെങ്കിൽ ആ രണ്ടുപേരെയും സമാധാനത്തോടെ പറഞ്ഞു വിടുക. ഈ ബിഗ് ബോസ് ആ വീടെന്ന് പറയുന്നത് ഇങ്ങനെ ഗോവ, കോവളം ഉള്ള രീതിയിൽ കളിച്ച് ചിരിക്കാനുള്ള ബീച്ച് കളിയാണോ? പെണ്ണുങ്ങളോട് കിടക്കുക, അത് എല്ലാവരും ചെയ്യുന്നില്ല. അവർക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. കാരണം ആ നമ്മൾ പേര് ജസ്മി അല്ലെ, അങ്ങനെ എന്തോ ഒരു പേര് പോലും പറ്റുന്നില്ല. മേക്കപ്പ് ഇല്ലെങ്കിൽ ആ സാധനം എങ്ങനെയായിരിക്കുന്നത്? ഒരു 1-2 ദിവസം മേക്കപ്പില്ല, ഇവിടെയൊക്കെ കുഴികൾ പോലെ കണ്ടു. എന്താണിത്? ബിഗ് ബോസ് നാണാവുന്നില്ലേ നിങ്ങൾക്ക്? ബിഗ് ബോസിനോടാണ് ഞാൻ ചോദിക്കുന്നത്, ജനങ്ങളോടല്ല. ജനങ്ങൾ ലാലേട്ടൻ വരുന്നു, ലാലേട്ടനൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് ജനങ്ങൾ കാണാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ലാലേട്ടനെ പോലുള്ള, മോഹൻലാലിനെ പോലുള്ള അതുല്യ കലാകാരനായ ആർട്ടിസ്റ്റായ ലാലേട്ടൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാണുന്ന ജനങ്ങളെ ഒരു മറ്റേ മക്കളാക്കി കളയരുതേ പ്രിയ ബിഗ് ബോസ്. അവരെ പോലുള്ളവരെ കയറ്റിയത് എന്തിനാണ്? ഡീസൻ്റായി പോകുന്ന വീടിനെ കുളമാക്കാൻ വേണ്ടിയാണ്. പ്ലീസ്, തൊഴുതു പറയാം, അവരെ ഒന്ന് മാറ്റിക്കൊടുക്കുക. അതിനിടെ അഷ്കർ പറയുന്നു, അഷ്കർ പറയുന്ന രീതിയാണ് വേറെ തമാശ. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുള്ളവർ കാര്യം. ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന കാര്യമില്ല, ജനങ്ങൾ ഇതൊന്നും കാണേണ്ട ആവശ്യം. അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ, അത് ജനങ്ങൾക്ക് എന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട് ഞങ്ങളുടെ കണ്ണില്ലാതാക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനാണോ ബിഗ് ബോസ്? കൂട്ടുകാരെ, നിങ്ങൾ പറയും. എല്ലാം കഴിഞ്ഞു, രാത്രിയുള്ള കിടപ്പ് സീനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം പബ്ലിക് കാണുന്നതാണ്, അവൻ്റെ മാതാപിതാക്കൾ കാണുന്നതാണ്, ബന്ധുക്കൾ കാണുന്നതാണ് എന്നോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈ കഴുത, എവനെയാണ് കഴുതയെന്ന് വിളിക്കുക. അവൻ അവിടെ കിടന്ന് കാണിച്ചതിന് ശേഷം ഇപ്പം ക്യാമറ നോക്കി കരയുക. ഞാൻ ചിരിച്ചു പോയിട്ട്, എന്തിനാര്യ ഈ വേണ്ടാത്ത പണിക്ക് പോകണം?